ഒരു ദിവസത്തെ കാഴ്ച കാണാനാണ് ഞങ്ങൾ ബർമിംഗ്ഹാമിലെത്തിയത്. റഗ്ബിയിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് ബർമിംഗ്ഹാമിൽ എത്തിയത്. ബർമിംഗ്ഹാമിലെ മ്യൂസിയം, ലൈബ്രറി കണ്ടു കഴിഞ്ഞു. എല്ലാം റെയിൽവേ സ്റ്റേഷന് സമീപമാണ്. അതുപോലെ ബുള്ളിനെയും കണ്ടു. ആ വീഡിയോകൾ ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോകളായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണണേ. ഇതാ അങ്കിൾസ് കേക്ക്. ഇവിടുത്തെ കേക്ക് പ്രശസ്തമാണ്. ചൈനീസ് കേക്കാണ്. അവിടെ നിന്ന് കേക്ക് മേടിച്ച് കഴിച്ചു. അതിരുചിയായിരുന്നു. ഇത് ചൈനീസ് മാർക്കറ്റാണ്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. മലേഷ്യൻ ഭക്ഷണം. ഞങ്ങൾക്ക് 4 പേർക്കും കൂടി 2 പ്ലേറ്റ് ഭക്ഷണത്തിൻ്റെ ആവശ്യമുള്ളൂ. ഭക്ഷണം കഴിഞ്ഞ് ടൗൺ കയറിയിറങ്ങി നടന്നു. സൂപ്പർ മാർക്കറ്റുകളാണല്ലോ ധാരാളം. എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില ചോദിച്ചു മനസ്സിലാക്കി. ഒന്നും മേടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പൗണ്ട് നമ്മുടെ കറൻസിയിലാക്കുമ്പോൾ നമ്മൾക്ക് ഒരു വിഷമം. ഒരു പൗണ്ട് ഇപ്പോൾ 115 രൂപ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ നടന്ന് ഞങ്ങൾ മാർക്കറ്റിലെത്തി. അതൊരു വെജിറ്റബിൾ മാർക്കറ്റായിരുന്നു. ഈ മാർക്കറ്റ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയുള്ളതല്ല. നമ്മളെപ്പോലെ വിദേശികൾക്ക് വേണ്ടിയുള്ളതാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ആ കച്ചവടക്കാർ വിളിച്ചു പറഞ്ഞാണ് കച്ചവടം നടത്തുന്നത്. അതിൻ്റെ ഒരു ബഹളം ഈ മാർക്കറ്റിൽ കാണാം. വൃത്തിയില്ലായ്മയും കാണാം. ഇതാണ് മാർക്കറ്റിൻ്റെ പുറകുവശം. ഇതാണ് മാർക്കറ്റ്. മാർക്കറ്റിൻ്റെ മുൻവശം ഒരു പള്ളിയാണ്. പുരാതന പള്ളി. അതിമനോഹരമായ പള്ളിയാണ്. അതിൻ്റെ ഉള്ളിൽ കയറി പഴമ കാണാൻ നല്ല രസമാണ്. അലങ്കാരങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും ആ പള്ളിയിലെ മിറർ, അതിലെ പടങ്ങൾ, അതിലെ സൂര്യനടിക്കുമ്പോൾ കളറ്, അതൊരു ആകർഷണമാണ്. കുറച്ച് മെഴുകുതിരികൾ കത്തിച്ചു വച്ചിട്ടുണ്ട്. ജനങ്ങൾ കുറവാണ്. പള്ളിയുടെ ഫ്രണ്ടിൽ ഉപദേശം പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആ ഉപദേശികളെ കാണുന്നില്ല. ഇവിടുത്തെ ഉപദേശികൾ നല്ല വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. അതിനു പുറമെ ഇവർ ഇംഗ്ലീഷിലാണ് പറയുന്നത് എന്നതാണ് ഇവിടുത്തെ ഉപദേശികളും നമ്മുടെ നാട്ടിലെ ഉപദേശികളും തമ്മിലുള്ള വ്യത്യാസം. പള്ളിയിലെല്ലാ കാഴ്ചകളും കണ്ട് ഞങ്ങൾ വീണ്ടും പുറത്തോട്ട് ഇറങ്ങി. ബർമിംഗ്ഹാമിലേക്ക് ട്രെയിൻ മാർഗമാണ് വന്നത്. കാറിൽ വരാതിരുന്നത് ട്രെയിനിൽ കയറാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ട്രെയിൻ യാത്ര ഒന്ന് അറിയണമല്ലോ. ആ ട്രെയിൻ യാത്ര ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതും കാണണം. ഇതാണ് പള്ളിയുടെ ഉൾവശം. ഞാൻ പറഞ്ഞ മിറർ ഇതാ. ഒരു മിറർ ഇതാണ്. ആൾത്താരയൊന്നും വലിയ അലങ്കാരങ്ങളൊന്നുമില്ല. അവിടെയും ഒരു മിററുണ്ട് എന്നും മാത്രം. ഇവിടെ കുർബാന നടക്കുന്ന പള്ളിയാണ്. ഈ പള്ളികളെല്ലാം പണ്ട് ക്രിസ്ത്യൻ ചർച്ചായിരുന്നു. ഇപ്പോൾ ഈ പള്ളികളെല്ലാം ആംഗ്ലിക്കൻ ചർച്ചാണ്. രാജാവ് കാലുമാറിയപ്പോൾ മാർപ്പാപ്പയുമായിട്ടുള്ള ബന്ധം അവർ വിച്ഛേദിച്ചു. രാജാവിന് രണ്ടാമതും വിവാഹം കഴിക്കണം. മാർപ്പാപ്പ അതിന് അനുവാദം കൊടുത്തില്ല. അതുകൊണ്ട് മാത്രമാണ് അവർ മാർപ്പാപ്പയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. അവരിപ്പോഴും മാർപ്പാപ്പയുമായിട്ട് ബന്ധമില്ല. എന്നിരുന്നാലും വളരെ ന്യൂനപക്ഷം ക്രിസ്ത്യാനികളുണ്ട്. റോമൻ കാത്തലിക് അവരുടെ പള്ളി വേറെയുണ്ട്. അവിടെയെല്ലാമാണ് മലയാളികൾ പോകുന്നത്. ഇവിടെ ഭക്തന്മാരാരും വരാൻ സാധ്യതയില്ല. എന്നാലും കുർബാനയുണ്ട്. ഒരു കുർബാന ഞങ്ങൾ ലണ്ടനിൽ കണ്ടു. അത് കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ആ പള്ളിയിലെ വീഡിയോ ഞാൻ എടുത്തില്ല. കുർബാന എടുക്കുന്നത് ശരിയാണെന്ന് തോന്നിയില്ല, അതുകൊണ്ട് എടുത്തില്ല. പക്ഷേ ആ പള്ളിയിൽ കുറച്ച് ഭക്തന്മാർ ഉണ്ടായിരുന്നു. ഇതാ പള്ളിയുടെ ഭംഗി നോക്കൂ. ഇനി ഞങ്ങളുടെ പോക്ക് അടുത്ത സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അതിപ്രശസ്തമായ ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ അധികം ഫ്ലോറുകളിലും കച്ചവടം നടക്കുന്നുണ്ട്. നമ്മുടെ സൂപ്പർ മാർക്കറ്റും ഈ സൂപ്പർ മാർക്കറ്റും തമ്മിൽ വലിയ വ്യത്യാസം ഒന്നും ഇല്ല.
ഇവിടെയെല്ലാം നല്ല ഭംഗിയായി അലങ്കരിച്ചു വച്ചിട്ടുണ്ട്. അതുപോലെ ഐറ്റംസ് കൂടുതലുണ്ട്. എല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങൾ ഇവിടെ വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാ ജനങ്ങളുടെയും ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ വേണമല്ലോ. അതും വില കൂടിയ ബ്രാൻഡുകളും ഈ സൂപ്പർ മാർക്കറ്റുകളിൽ കാണാം. അങ്ങനെ സമയം കളയാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കയറി ഇറങ്ങിയത്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഫോട്ടോകൾ എടുക്കാൻ അനുവാദമുണ്ട്. പക്ഷെ എല്ലായിടത്തും ഞങ്ങൾ എടുത്തില്ല. കുറച്ച് ഭാഗത്ത് തിരക്കില്ലാത്ത ഭാഗം മാത്രം നോക്കി എടുത്തുള്ളൂ. അങ്ങനെ കണ്ട് വീണ്ടും ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ ചില സൂപ്പർ മാർക്കറ്റുകാർ ജ്യൂസുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും മേടിച്ചു 3 റുപ്പി. അതും കുടിച്ച് നടന്നു. വൈകുന്നേരവും കടയിൽ നിന്ന് കേക്കാണ് കഴിച്ചത്. കേക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമായി പോയി. ഈ കാഴ്ചകൾ കാണാനും ഈ ഷോപ്പിങ്ങിൽ നടക്കാനും ഒരു സുഖം തന്നെയാണ്. അതിനും വേണം ഒരു ഭാഗ്യം. അങ്ങനെ എൻ്റെ ഭാഗ്യം ഞാൻ ഇവിടെ ആഘോഷിച്ചു. ബർമിംഗ്ഹാം ഒരു വലിയ പട്ടണം തന്നെയാണ്. ഇംഗ്ലണ്ടിലെ നടുവിലാണ് ഈ ബർമിംഗ്ഹാം പട്ടണം. അതുകൊണ്ട് ഇരുവശങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് ഇവിടെ സുഖമായി എത്താൻ കഴിയുന്നു. ഇവിടെ 5 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ഒരു വർഷം വിസിറ്റ് ചെയ്യുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയും ഫേമസ് യൂണിവേഴ്സിറ്റിയാണ്. 100 രാജ്യങ്ങളിലെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇതാ ഓരോ കടകളുടെ ഭംഗി അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണം, നമ്മുടെ നാട്ടിൽ പോലെ ചൂട് ഇവിടെ ഇല്ലല്ലോ. എത്ര നടന്നാലും വേർക്കില്ല. ഞങ്ങൾ വരുമ്പോൾ ഇവിടെ തണുപ്പ് 20 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. ഇതാണ് ഞങ്ങൾ തിരിച്ചു പോരേണ്ട ട്രെയിൻ. അതിസുന്ദരമായ ഒരു ട്രെയിൻ. ഈ ട്രെയിൻ ലണ്ടനിൽ നിന്ന് വരുന്നു. തിരിച്ച് ലണ്ടനിലേക്ക് പോവും. 15 മിനിറ്റിനുള്ളിൽ തിരിച്ചു പോവും. ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള കാഴ്ച ഞാൻ കാണിക്കുന്നതാണ്. ഇതാ ട്രെയിനിൻ്റെ ഉൾഭാഗം. ഈ ഉൾഭാഗം കണ്ടാൽ മാത്രം പോരല്ലോ, വാഷ്റൂം കാണണ്ടേ. എന്തോ ഒരു വൃത്തിയാണ് ഇവിടുത്തെ വാഷ്റൂം. ഇത്രയും ഭംഗിയായി ഇവിടുത്തെ യാത്രക്കാർ സൂക്ഷിക്കുന്നത് ആ യാത്രക്കാരെ സമ്മതിച്ച് കൊടുക്കണം. നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. എന്നാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവൂ. എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി MF.